ഇഡി അന്വേഷണം വരുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ വീണ ലോക്കറിലുണ്ടായിരുന്ന സ്വർണം ഒഴിച്ചുള്ള മറ്റ് സാധനങ്ങളെല്ലാം മാറ്റിയെന്നാണ് ഡയറക്ടറേറ്റിന് ലഭിച്ച വിവരം. കരിമണൽ കമ്പനിയുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ബാങ്കിലെ ലോക്കർ പരിശോധിച്ചത്. ഇഡിക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം വീണ ഹാജരാക്കിയ വിവരങ്ങളിൽ HDFCയിലെ ബാങ്കിലെ ലോക്കറിന്റെ വിവരങ്ങളുണ്ട്. ഈ വിവരം വീണ കൃത്യമായി നൽകിയത് അതിൽ സംശയിക്കത്തക്ക രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം HDFC ബാങ്കിലേക്ക് രാവിലെ വീണയെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ ലോക്കർ തുറന്നത്. 3 മണിക്കൂറോളം പരിശോധനകൾ നീണ്ടു. അന്വേഷണത്തിനിടയിൽ വീണ ലോക്കർ തുറന്നതിന്റെ വിശദാംശങ്ങൾ അടക്കം ബാങ്കിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ബാങ്ക് പൊതുമേഖലാ ബാങ്കല്ല. സ്വകാര്യ ബാങ്കിലെ വിവരങ്ങൾ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്ന് നിയമത്തിൽ പരാമർശമില്ല. അതുകൊണ്ട് തന്നെ വീണ ബാങ്കിലെത്തിയതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി നൽകാൻ HDFC ബാങ്ക് ബാധ്യസ്ഥമല്ല. ഉണ്ടായിരുന്ന സ്വർണ്ണമടക്കമുള്ള മറ്റ് വിവരങ്ങൾ ഇഡി രേഖപ്പെടുത്തി. HDFC ബാങ്കിന് പുറമെ തിരുവനന്തപുരം ധനലക്ഷ്മി ബാങ്കിൽ വീണയുടെയും കമ്പനിയുടെയും പേരിൽ 2 അക്കൗണ്ടുകളുണ്ട്. എന്നാൽ ഇവിടെ ലോക്കർ എടുത്തിട്ടില്ല. ഈ 3 അക്കൗണ്ടുകളും വളരെ മുമ്പേ മരവിപ്പിച്ചിട്ടുണ്ട്. കോടതി ഇഡിക്ക് കൈമാറാൻ പറഞ്ഞ 134 രേഖകൾ ഇതുവരെ SFIO കൈമാറിയിട്ടില്ല. ഇത് കൈമാറിയാൽ മാത്രമേ വീണയെ ഇഡിക്ക് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും SFIO ഇതുവരെ രേഖകൾ കൈമാറാത്തതിൽ ദുരൂഹതയുണ്ട്. CMRL സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതീവ കരുതലോടെയും പഴുതടച്ചും നീങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി വിധി അനുകൂലമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറക്കാനും വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ അരിച്ചു പെറുക്കാനും ഇഡി തീരുമാനിച്ചു. വീണയ്ക്ക് രണ്ടാമതും ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ നൽകുന്നതിനൊപ്പം CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെ വരും ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. ലഭിച്ച പണം എന്ത് ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാൻ അതിശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഇഡി അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസി നീക്കങ്ങൾ ത്വരിതപ്പെടുത്തുന്നത്. ഹൈക്കോടതി വിധി ഇഡിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ വലിയ നിയമസാധുതയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ വീണയുമായും CMRLുമായി ബന്ധപ്പെട്ട് ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ഇഡി വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായി വീണയോട് ഇഡി ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടികളൊന്നും ലഭിച്ചിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുൻനിർത്തി നടത്തിയ പരിശോധനകളിൽ ലഭിച്ച നിർണായക രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. പരിശോധനകൾക്ക് പിന്നാലെ ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം തൃപ്തികരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിലയിരുത്തിയ യോഗം ബാക്കി അന്വേഷണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഡയറക്ടർ നിർദ്ദേശം നൽകി. കേസുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിൽ 242ഓളം അക്കൗണ്ടുകളിലായി ഏകദേശം 18 കോടിയോളം രൂപ ഇഡി ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു അക്കൗണ്ട് വീണയുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളെ കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. കേസിലാകെ 132 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടിൽ നിന്നാണ് വീണ ഉൾപ്പെടെയുള്ളവർക്ക് CMRL പണം നൽകിയിട്ടുള്ളത്. ഈ തുക ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അന്വേഷണം നീളും. CMRL നിന്ന് കൈപ്പറ്റിയ പണം വീണ എന്തിനാണ് ഉപയോഗിച്ചത്, എവിടെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നതിലാണ് ഇഡിക്ക് വ്യക്തത വരേണ്ടത്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ സമഗ്രമായ തുടരന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ തുടർ നടപടിയുടെ ഭാഗമായി അവരുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയേക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന നടപടിയാണിത്. വീണയുടെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ഇഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ശേഖരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വൈകാതെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. വീണയുടെയും എക്സാലോജിക് കമ്പനിയുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് CMRL കമ്പനിയായിരുന്നുവെന്ന് SFIO റിപ്പോർട്ടിൽ പറയുന്നു. കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് മാത്രം 2016-17 മുതൽ 2020-21 വരെ CMRL നൽകിയത് 2.07 കോടിയാണ്. എക്സാലോജിക്കിന് 2017-18, 2018-19 സാമ്പത്തിക വർഷത്തിലായി 71 ലക്ഷവും നൽകി.
വീണയും എക്സാലോജിക്കുമായുള്ള കരാറുകൾ CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞിട്ടില്ല. വീണയും CMRLുമായി 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെ 93 ഇമെയിലുകൾ അയച്ചതിന്റെ ഉള്ളടക്കം പണമിടപാട് സംബന്ധിച്ച് ഇൻവോയ്സ് മാത്രമായിരുന്നു. കമ്പനിക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിരുന്നില്ല. CMRLിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്ന 2019 ജനുവരിയോടെ എക്സാലോജിക്കിന്റെ ഇൻവോയ്സുകൾ ഫയലിൽ രേഖപ്പെടുത്തുന്നത് CMRL അവസാനിപ്പിച്ചു. എന്നാൽ IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് 2020 ഏപ്രിൽ വരെ ഇൻവോയ്സ് അനുസരിച്ച് പണം നൽകി. പ്രധാന വരുമാനം നിലച്ചതിനാലാകാം 2021-22 ആയപ്പോഴേക്കും എക്സാലോജിക്ക് നഷ്ടത്തിലായി. ചെയ്യാത്ത തൊഴിലിനെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് വീണ മാസപ്പടി വാങ്ങിയെന്നാണ് കേസ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ അന്വേഷണമാണ് ED നടത്താൻ പോകുന്നത്. അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ശശീന്ദ്രൻ കർത്തയുടെ കമ്പനിക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടനെയാണ് ED ആശ്രയിക്കുന്നത്. മാത്യുവിന്റെ കയ്യിൽ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഉണ്ടെന്ന് EDക്ക് വിവരം ലഭിച്ചു. കരിമണൽ കമ്പനി വാങ്ങിയ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ജില്ലാ കളക്ടറും നൽകിയ റിപ്പോർട്ട് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ അനുകൂല റിപ്പോർട്ട് ഉണ്ടായിട്ടും CMRL അപേക്ഷ ലാൻഡ് ബോർഡ് തള്ളിയതാണെന്ന് വിജിലൻസ് പ്രോസിക്യൂഷൻ അറിയിച്ചു. സ്വകാര്യ വ്യക്തികളുടെ ഖനനാനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ലംഘിച്ച് CMRL അപേക്ഷ പരിഗണിക്കണമെന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് കുഴൽനാടൻ ഹാജരാക്കി. മിനിറ്റ്സിൽ CMRL അനുകൂലമായി വന്ന സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം തേടാനുള്ള നിർദ്ദേശമാണ് ഉള്ളതെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നിന്നും മാസപ്പടി കൈപ്പറ്റിയതിന് സർക്കാരിൽ നിന്നും പ്രത്യുപകാരം ലഭിച്ചെന്നാണ് കുഴൽനാടന്റെ ആരോപണം. ഇതിനുള്ള രേഖകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും അഴിമതി സ്ഥാപിക്കുന്നതല്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അങ്ങനെയാണ് പുതിയ രേഖകൾ ഹാജരാക്കാൻ കുഴൽനാടൻ നിർബന്ധിതനായത്. കുഴൽനാടൻ ഹാജരാക്കിയ 4 രേഖകളും സർക്കാർ സഹായം പരസ്യമായി സമ്മതിക്കുന്നതാണ്. മുഖ്യമന്ത്രിയും സർക്കാരും എന്തു തന്നെ പറഞ്ഞാലും സ്വകാര്യ കമ്പനിയുടെ മുതലാളിയെ രക്ഷിക്കാൻ ഇടതു സർക്കാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതായി മനസ്സിലാക്കാം. ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്കം നിലകൊണ്ടതിന്റെ തെളിവാണ് കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്നത്. ഇടതു സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കഥയായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ 2019 ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും 12 ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ പിൻവലിച്ചു. 2019 ഓഗസ്റ്റ് 9 നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ 21 പുനഃസ്ഥാപിച്ചു. ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത്. ഖനന മേഖല സ്തംഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ശശീന്ദ്രൻ കർത്തയ്ക്ക് വേണ്ടിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു.